കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർഷകൻ ഗോതമ്പും പതിരും വേർതിരിച്ച് ഗോതമ്പ് കളപ്പുരയിൽ സൂക്ഷിക്കുകയും പതിര് തീയിൽ ചുട്ടുകളയുകയും ചെയ്യുന്നു. ഗോതമ്പും പതിരും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ യേശുക്രിസ്തു ന്യായം വിധിക്കും. രക്ഷിക്കപ്പെടാത്തവരെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റു പറയാത്തവർക്ക് ന്യായവിധിയുണ്ട്. തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയുള്ളത് നിത്യമായ തീപ്പൊയ്കയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരണം സഹിച്ചു. ദൈവം അങ്ങേ 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഇങ്ങനെ ഹൃദയത്തിൽ വിശ്വസിച്ച് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ആൾ ഗോതമ്പ് വേർതിരിച്ച് കളപ്പുരയിൽ സൂക്ഷിച്ചതുപോലെ നിത്യജീവൻ പ്രാപിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയാകും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.